ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ ഏട്ടൻ വരുമ്പോൾ തലേ ദിവസം കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ എണ്ണ കാണുന്നത് ദേ കണ്ടപ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് പാപ്പ കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ദേ ഏട്ടൻ വരുമ്പോൾ കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സനക്കുട്ടി ഓരോ പ്രാവശ്യം ഫോൺ വിളിക്കുമ്പോൾ ഓരോന്നാണ് കേട്ടോ പറയാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ക്ലേ ആയിരുന്നു, ഇപ്രാവശ്യം മിഠായിയിൽ ഒതുക്കി. അവനെ പറഞ്ഞു കൊടുക്കുകയാണോ എവിടേക്കാണ് നനയ്ക്കണ്ടേന്ന് പറഞ്ഞുതരാൻ ഒരാൾ വേണ്ടേലെ വിളിച്ചാ. ഞാൻ ഡ്രസ് ഒന്ന് നനയ്ക്കണ്ടേട്ടെ കുഞ്ഞാ. ഒക്കെ നനച്ചൂലേ? അയ്യോ വിയും. എന്താ ചീനെ എവിടെ ബാബു ആയത് കുട്ടിയുടെ? ബാബു എവിടെ? അയ്യോ കാലിലൊക്കെ ആകെ മണ്ണായി. എവിടെ ബാബു ആയി? എവിടെ കാണാൻ? അയ്യോ മുട്ടുമ്പോ ബാബു ആയി. ആരാ മരുന്ന് വെച്ചെന്ന കുട്ടിക്ക്? അമ്മ വെച്ചെന്ന അപ്പാപ്പല്ലേ? ചുണ്ടുമ്പോളും ബാബുവായി അമ്മമ്മ. അങ്ങനെ രാവിലത്തെ പലഹാരം മിഠായിയൊക്കെ തിന്ന് ഞങ്ങൾ നേരെ ഉമ്മറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഉമ്മറത്ത് തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വലിയച്ഛൻ പൈപ്പ് ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിതാ അവിടെ ഉണ്ട് നിൽക്കണത്. അവരെ കണ്ട പിന്നെ അവൾക്ക് ആരേനും വേണ്ട. അവിടെ ഒരു അപ്പാപ്പനും അമ്മമ്മയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അവിടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്ത കാരണം ഇവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവൾക്ക് എന്തെങ്കിലും പലഹാരം കൊടുത്തിട്ടും പാപ്പ വേണമെന്ന് പറഞ്ഞാൽ പാപ്പ കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇവിടെ അവിടെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇവൾക്ക് അവരേനും ആരേനും പേടിയില്ലാണ്ടായി. എത്രാമത്തെ ഡ്രസ്സാണ് വെച്ചിട്ട് ഈ ഒരു നനവ് കാരണം അവൾക്ക് മാറ്റി കൊടുക്കുന്നത്. ഓരോരോ ഡ്രസ്സ് നനയ്ക്കുക, ഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരിക. ഈ ഒരു പൈപ്പ് നനയ്ക്കൽ രാവിലെ ഒരു 7 മണി മുതൽ ഒരു 9 മണി വരെ നനയ്ക്കൽ തന്നെ ആയിരുന്നു കേട്ടോ. അവരുടെ പണി പിന്നെയും എന്താ പറയുക ഇരട്ടിപ്പണി ആക്കുക എന്നല്ലാതെ അവളവിടെ നിൽക്കുമ്പോൾ. ഞാനിത് മീഷോന്ന് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് ഷോർട്സ് വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ചിയ സീഡാണ്, വെയിറ്റ് ലോസിന് പറ്റിയിട്ടുള്ള ചിയ സീഡാണ്. അതിൽ ഒരു ഡപ്പ 250 ഗ്രാമാണ്. ഇങ്ങനത്തെ 2 ഡപ്പയായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 198 രൂപയുള്ളൂ. അതായത് 1/2 കിലോന് 198 രൂപ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് നമ്മുടെ ചിയ സീഡിൻ്റെ വെള്ളം. അപ്പം ഞാനിത് കുറച്ച് കാലം മുന്നേ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ വെയിറ്റ് ലോസ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട് 6-7 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നല്ലപോലെ ഫുഡ് അടിച്ചിട്ട് വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ നമ്മൾ ഇതിന് മുന്നേ ഓർഡർ ചെയ്ത മീഷോയിൽ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കണ്ടതാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ ജസ്റ്റ് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് കേട്ടോ സംഭവം. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ അതാ ഞാൻ കുറേ ഇയർ റിങ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഈ ഒരു റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് 15 രൂപയാണ്. അപ്പോൾ ഞാനിത് അങ്ങനത്തെ 9 എണ്ണമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതായത് എൻ്റെ ചെവിയിൽ ആകെ 9 എണ്ണയേ ഉള്ളൂ. കറക്റ്റ് ഞാൻ 5 എണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ എൻ്റെ കമ്മലോട് കൂടിയിട്ട് അത് പോയി. അപ്പോൾ ഇവിടെ ഓട്ടമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ 4 എണ്ണമാണ് ഇടാൻ പറ്റുന്നുള്ളത്. ഇതിൽ 5 എണ്ണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഇതേപോലത്തെ സ്റ്റഡ്. അതും വെള്ള കല്ല് വെച്ചിട്ടായപ്പോൾ എന്താ പറയുക ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്നലെ നമ്മൾ സനുക്കുട്ടിയുടെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ചെറുതുരുത്തിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഒന്നിച്ച് കുത്തിയതല്ല, ഓരോ സെക്ഷനായിട്ടാണ് കുത്തിയത്. അതായത് ഞാൻ ആദ്യം സെക്കൻഡ് സ്റ്റഡ് 7ാം ക്ലാസ്സിലാണ് കുത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് കേട്ടോ അതിന് മുകളിലത്തെ കുത്തിയിട്ടുണ്ടെന്ന്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സനുക്കൂട്ടിയുടെ 28 അതുപോലെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരില്ല. അപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കാനായിട്ട് പോവില്ല. ആ ടൈമിലാണ് കേട്ടോ ബാക്കി 3 എണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ കുത്തുമ്പോൾ ഭയങ്കര വേദന ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഓക്കെ ആയി. പക്ഷെ ഇന്നലെ ഇത്രയും വലിയ ഇതിൻ്റെ സ്റ്റഡ് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഇട്ടപ്പോൾ അത്യാവശ്യം ഇന്നലെ കുറച്ച് വേദന ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാനിങ്ങനെ സ്റ്റഡ് കുത്തിയിട്ടുള്ളത്. പക്ഷേ ഇനി എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുത്താൻ പേടിയാണ്. ഇവിടെയും കൂടി ഒന്ന് കുത്തണം എന്നുണ്ട്. പക്ഷെ ആ ഒരു ടൈമിൽ ഒന്നിച്ച് കുത്തിയപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. പക്ഷെ ഇനി ഇവിടെ പൊട്ടിപ്പോയ കാരണം ഇനിയിപ്പോൾ കുത്താൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ ഇത് കുത്തുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം കണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക മുസ്ലിങ്ങളല്ലേ പൊതുവെ ഇങ്ങനെ ഒരുപാട് കമ്മൽ ഇങ്ങനെ മുത്തശ്ശിമാരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വലിയ വള പോലത്തെ കമ്മലൊക്കെ ഇട്ടിട്ട്. അപ്പം അതുപോലെ ആവും കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ ആകെ കാതൊക്കെ തൂങ്ങുന്നു പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊരു ഇഷ്ടം എനിക്കിഷ്ടമുള്ള കാരണമാണ് ഞാൻ കുത്തിയിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പം
അവര് അങ്ങനെ പറയുക അയ്യോ കുത്തിയത് അങ്ങനെ അതൊന്നും വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടം എന്തിനാ മാറ്റി വെക്കണേ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും എന്താ പറയുക എല്ലാവരും മൈൻഡ് ഒരുപോലെ ആയിരിക്കില്ല. ചിലവർക്ക് അത് ഇഷ്ടാവില്ല, ചിലവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ആരും പ്രത്യേകിച്ച് വിചാരിക്കും. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കുത്തിയിട്ടുള്ളത്. അപ്പം നല്ലതായാലും ചീത്തയായാലും എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ബാഡ് കമൻ്റ് ആയാലും കുഴപ്പമില്ല. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ ഇതിനു മുന്നേ ഞാൻ എങ്ങനെ അറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും വലുത്, പിന്നെ അതിനേക്കാളും കുറച്ച് ചെറുത്, പിന്നെ ഏറ്റവും മുകളിലാണ് കുഞ്ഞ് മുട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഒന്നും കൂടി എന്താ പറയുക ഭയങ്കര ഇഷ്ടമായ പോലെ നല്ലൊരു ഗ്ലേസിങ് പോലെ തോന്നുന്നുണ്ട്. അപ്പം മറക്കണ്ട, ഈ വീഡിയോ കാണുന്നവർ എന്താ പറയുക ബാഡായാലും നല്ലതായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ അപ്പം ഈ ഇടയിലായിട്ട് ഞാൻ നല്ലപോലെ വെയിറ്റ് ലോസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ കറക്റ്റ് സ്റ്റാർട്ടിങ് മുതൽ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഒരാഴ്ചയിൽ അതായത് രാവിലെ കറക്റ്റ് 6 to 6:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അതായത് നമ്മുടെ ഈ ഉമ്മറത്ത് കുറച്ച് നേരം നടക്കാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറ്. അതുപോലെ വൈകുന്നേരം ടൈം കിട്ടിയേ നടക്കും. പക്ഷെ അല്ലാണ്ട് എനിക്കറിയാം എന്നെ കൊണ്ട് ഒരിക്കലും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ശ്രമിച്ചും, അതായത് ഓവർ വെയിറ്റ് ആയിട്ടല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം നല്ല പോലെ വെയിറ്റ് കുറച്ച് സ്ലിം ആവണമെന്ന്. അപ്പോൾ എന്താ പറയുക എക്സസൈസ് ചെയ്യാൻ ഞാൻ കുറേ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അത് മടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 1-2 ദിവസം ഞാൻ നടന്നു നോക്കി. പക്ഷെ അതെനിക്ക് ഓക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പം ഈ ഒരാഴ്ചയായിട്ട് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് 60 കിലോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ 58 പോയിന്റ് എത്ര ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക നല്ലപോലെ പെട്ടെന്ന് തന്നെ 2 കിലോ വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നടത്തം കൊണ്ട് തന്നെ ആയിരിക്കാം. അതുപോലെ ഫുഡും ഒരു ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക ഞാനിപ്പോൾ നല്ലപോലെ അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ടാർഗറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 53, എൻ്റെ ഐഡിയൽ വെയിറ്റ് അതാണ് 53-54 കിലോ ആണ്. പക്ഷെ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ 50 കിലോയിൽ എത്തി നിർത്താനാണ്. അപ്പം അതുവരെ എത്തിച്ചിട്ട് ഞാൻ എന്തായാലും ആ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഞാൻ ഇടും. അപ്പം അതിന് വേണ്ടിയിട്ട് വീഡിയോ കറക്റ്റായിട്ട് എടുത്തു പോകുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് തന്നെ എന്ന് പറയാം. കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടണം. ഈ ഒരാഴ്ചയായിട്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഫുഡിലായാലും ലിമിറ്റ് ചെയ്തിട്ടും അതുപോലെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റ് 3 ലിറ്റർ വെള്ളം 3 ലിറ്ററോളം കൂടുതൽ കുടിക്കുന്നുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ ഗ്രീൻ ടീ അതുപോലെ ചിയാ സീഡ് ഇട്ട വെള്ളം അങ്ങനെയൊക്കെ കുടിക്കുമ്പോൾ അത് ചിലപ്പോൾ 3 ലിറ്ററിലും കൂടുതലാവാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് വെയിറ്റ് ലോസ് നല്ലപോലെ നടക്കും, റിസൾട്ട് കിട്ടുന്നുള്ളത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടാണ്. എന്താ പറയുക നമ്മൾ പൊതുവെ യൂട്യൂബേഴ്സ് ഒരു നമ്മൾ ചെയ്യണത് ഫാമിലി വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വീട്ടിലത്തെ വിശേഷങ്ങൾ, കുക്കിങ്, കുട്ടികളുടെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മറ്റുള്ള വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് അത്യാവശ്യം ചെയ്യുന്നത്. നമ്മൾ നല്ല എക്സ്പേർട്ടായി, അതായത് മല്ലു ഫാമിലി, PK കപ്പിൾസ്, ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമ്മുടെ. ഞാൻ ഡെയിലി കാണുന്ന ഒരു ഇതാണ് നമ്മുടെ പായസ് വ്ളോഗ് സനചേച്ചിയുടെ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ നോക്കിയിട്ട് ഡെയിലി വ്ളോഗ് പോലെ തന്നെയാണ് ഞാനും ചെയ്തത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതായത് വലിയ വ്യൂസ് എന്നല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ചുള്ള വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ചില വീഡിയോസിന് 1K പോയിട്ടുണ്ട്, 700, 800, 900. പക്ഷെ ഇപ്പം വെറും 121, 130, 200, 300 മുകളിൽ കിടക്കുന്നു. വ്യൂസ് നല്ല കുറവാണ്, പക്ഷെ സബ്സ്ക്രൈബർ കയറുന്നുണ്ട് കേട്ടോ, അതൊരു സന്തോഷമുണ്ട്. അതായത് ഇപ്പോൾ ഡെയിലി മറ്റേ എന്താ പറയുക ഷോർട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് ചെയ്യുന്നതിലൂടെ നല്ലപോലെ സബ്സ്ക്രൈബർ കയറുന്നുണ്ട്, അതെന്നെ സന്തോഷം. നമ്മൾ ഓരോ വീഡിയോസ് കണ്ടിട്ടും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുപരി നെഗറ്റീവും ഉണ്ട് കേട്ടോ, അത് അപ്പുറത്തെ സൈഡ്. അത് നമ്മൾ ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ വിടുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ നെഗറ്റീവിൻ്റെ പിന്നാലെ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ എന്താ പറയുക ഡള്ളായി ഇരിക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവിൻ്റെ പാട്ടിനെ പോയിട്ട് ഞാൻ അതാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷം 2-3 മാസം ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് നിർത്താൻ തോന്നുന്നില്ല. എൻ്റെ ഒരു ഇഷ്ടത്തിന്
ഞാൻ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ PK കപ്പിൾസ് ഒക്കെ ഇടുന്ന പോലത്തെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഒരുപാട് വ്യൂസ്, ലക്ഷക്കണക്കിന് വ്യൂസ് ആണ് അവർക്ക് കയറുന്നത്. ചിലപ്പോൾ ഒരു പക്ഷെ അവർ ആ കൊറോണ ടൈമിൽ 4-5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടായിരിക്കാം അത്രയും സബ്സ്ക്രൈബറായി. നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. ചിലപ്പോൾ ശരിയാവാതെ എവിടേക്ക് പോകാനല്ലേ. അപ്പൊ പിന്നെന്താ, നമ്മുടെ പിള്ളേരെ കാണിച്ച കമന്റ് ബോക്സ് ഓഫ് ആവുമെന്ന് പറയുന്നുണ്ട്. അത് സത്യമായിട്ട് കമന്റ് ബോക്സ് ഓഫ് ആവുന്നുണ്ട്. പക്ഷെ അവരും ഇതേപോലെ പിള്ളേരനെയൊക്കെ കാണിച്ച് പിള്ളേരുടെ വിശേഷങ്ങളും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് തന്നെ അവർ വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുണ്ട് ഞാനും ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മുടെ കണ്ടന്റിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിപ്പോൾ ഈ അടുക്കളയും കുക്കിങ്ങും മാത്രമായിട്ട് പറ്റും. അതുകൊണ്ട് ചിലപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ 2-3 വീഡിയോസൊക്കെ ഇടാൻ പറ്റില്ല. ഡെയിലി ഇടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ചില സമയത്ത് പറ്റാറില്ല. ചില സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് വീഡിയോസ് എടുത്തു കൂട്ടാറുണ്ട്. പക്ഷേ എന്താ പറയുക, പിറ്റേ ദിവസം നമ്മുടെ സനുവിൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള ആ തിരക്കും, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അസുഖം എന്തെങ്കിലും വരിക. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക്, അത് കഴിഞ്ഞ് വേറൊരാൾക്ക്, അങ്ങനെ വന്ന് പോകുമ്പോൾ നമുക്ക് ഫോൺ ചില സമയത്ത് നോക്കാനേ ടൈം കിട്ടില്ല. എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നിനും സമയം കിട്ടില്ല. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ കാരണം ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ ഈ ഫാമിലി വ്ളോഗ്, ഞങ്ങളുടെ ഈ കുടുംബം അതുപോലെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മുന്നോട്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, നല്ല എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയില്ല. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്നല്ല നമുക്ക് നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. പല ഐഡിയാസ് നമ്മൾ ആലോചിക്കും. പക്ഷെ നമുക്ക് എന്നും എന്താ ഈ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ, പിന്നെ നമ്മൾ പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രമേ പുറത്തുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. എന്നും ഇപ്പോൾ ഈ മോർണിംഗ് റൂട്ടീനും ഈവനിങ് റൂട്ടീനും മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെയും കൂടി ഒരു സജഷൻ ചോദിച്ചത്. എന്തായാലും സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കണ്ടന്റിന്റെ പ്രശ്നമാണ്. നമുക്ക് വീഡിയോസ് എടുത്ത് കൂട്ടി അതിന് വേറൊരു വോയിസ് കൊടുത്ത് അപ്പം ആ ഒരു ടൈമൊക്കെ പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഓൺ വോയിസ് കൊടുത്തത്. അപ്പം എന്തായാലും നിർത്താല്ലേ. പിന്നെ അതാ ഈ ഒരു ഡ്രസ്സ് ഒരുപാട് വർഷം മുന്നുള്ളതാണ്. എനിക്ക് ടൈറ്റ് ആയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അതാ ലൂസായിട്ടുണ്ട്. പിന്നെ അതാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഇതൊക്കെ. പഴയതെന്ന് പറഞ്ഞാൽ അലമാരയിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്ന് എടുത്തിടുകയാണ്. അപ്പം ഞാൻ എന്താ ഫുൾ സൈസ് കാട്ടിത്തരാം. ഇതെങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കയ്യൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കുന്നത് വെറുതെയാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഡ്രസ്സുകൾ ഒതുക്കി കൂട്ടി വൃത്തിയാക്കി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കൂറ, പാറ്റ, എലിയ ഒക്കെ കടിച്ച് തരിപ്പടാക്കും. ഇതിൽ തന്നെ എവിടെയൊക്കെയോ ഓട്ടകളുണ്ട്, അതൊന്നും വിഷയമല്ല. പിന്നെന്താ, നമ്മുടെ സനു, കുഞ്ഞാറ്റ എല്ലാവരും എൻ്റെ വീട്ടിലാണ്. ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതൊക്കെ മെയിൻ പ്രശ്നമാണ്. പിള്ളേരുടെ ശബ്ദം പുറത്തു കൂടെ കേൾക്കും. പിന്നെ അച്ഛനും അമ്മയായാലും അവരും സംസാരിക്കുന്നതൊക്കെ കേൾക്കും. അപ്പൊ അവരൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ എഫേർട്ട് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വരും. ബൈ.